ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിഷിത കണ്ണൻ. അപ്പോൾ നമുക്കിന്ന് എൻ്റെ ഒരു വൈകുന്നേരത്തിലേക്ക് പോയാലോ? വാ, പോയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തിനൊരു പ്രത്യേകതയുണ്ട്. വീട്ടിൽ ആരുമില്ല, അമ്മയച്ഛനൊന്നും ഇല്ല. അപ്പോൾ ചെറിയൊരു മോളുണ്ട്, പിന്നെ UKG പഠിക്കുന്ന മോളുണ്ട്. ഓളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ പോകുന്നതിലിടക്ക് തീയൊക്കെ പറ്റിച്ച് ഓക്ക് കുളിക്കേണ്ട വെള്ളമൊക്കെ ചൂടാക്കി വെച്ചിട്ടാണ് പോവുക. അപ്പോൾ അതിന് വിറകെടുക്കാൻ വേണ്ടിയിട്ട് ടെറസിൽ വന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഓലേൻ്റെ മട്ടലാണ് കേട്ടോ. ഈ ബ്ലൗസാണെങ്കിൽ എന്തൊരു സ്നേഹം എന്നോട് പ്രകടിപ്പിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. എത്രോട്ടാണ് കൊളുത്തി വിളിച്ചത് നിങ്ങൾ കണ്ടതല്ലേ അല്ലേ. പിന്നെ ഓലേൻ്റെ മട്ടൽ എന്ന് പറയുമ്പോൾ ഈ മടലി എന്നുള്ളതാണ് ഓരോ നാട്ടിൽ പറയൽ. കണ്ണൂർ കുറച്ച് ഭാഗത്തെല്ലാം മട്ടൽ എന്ന് പറയുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. 6 നാട്ടിൽ 100 ഭാഷ എന്നല്ലേ. അപ്പോൾ എൻ്റെ ഈ ഒരു ഏരിയയിലെല്ലാം മട്ടൽ എന്ന് തന്നെയാണ് കേട്ടോ പറയൽ. അപ്പോൾ അതെല്ലാം എടുത്ത് അടുപ്പിൽ തീയെല്ലാം പറ്റിച്ച്, ഇന്നെന്നാണെന്നറിയില്ല, തീ പറ്റിച്ച പാടന്നെ വേഗം നല്ലോണം കത്തി കിട്ടീന്. അതുകൊണ്ട് അതിനെ കൊണ്ട് കളിക്കേണ്ടി വന്നിട്ടില്ല. മറ്റെപ്പോൾ ഭയങ്കര പണിയാട്ടാ തീ പറ്റിക്കിണ്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുളിക്കേണ്ട വെള്ളവും ചൂടാക്കി വെച്ച്, പിന്നെ ഓക്ക് വേണ്ട കട്ടനും തിളപ്പിച്ച് വെച്ചിട്ടാണ് പോവുക. കട്ടനാണ് കേട്ടോ ഇവിടെ പതിവ് എന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഇവിടെ ആർക്കും പാൽ ചായ ഒന്നും നിർബന്ധമില്ല. നിർബന്ധം ഉണ്ടെങ്കിലും പിന്നെ അനക്കും ഞാനും പിന്നെ ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല, ആ ഒരു മട്ടിലാണ്. പിന്നെ കണ്ട നിറഞ്ഞ് കത്തുന്നില്ല. പിന്നെ ഒക്കെ വേണ്ട കട്ടനും തിളപ്പിച്ച് വെച്ച്, പിന്നെ ഇന്ന് പോകുമ്പോൾ കുഞ്ഞുമണീനെയും കൂട്ടിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഓളെ കുളിപ്പിച്ചെല്ലാം കൂട്ടി ചൊട്ടയെല്ലാം വെച്ച് കൊടുക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ സുന്ദരിയാക്കിയിട്ട് ഓളെയും കൂട്ടിയിട്ട് വേണം ഇന്ന് പോകാൻ. ഇവളെയും കൂട്ടിയിട്ട് പോകാനും കഴിയില്ല, ഒരു 10-15 മിനിറ്റത്തെ നടത്തുണ്ട്. അപ്പോൾ ഒരു കാടെല്ലാം കഴിഞ്ഞിട്ട് വേണം പോകാൻ. ഇവളെ കൂട്ടാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. വീടെല്ലാം പൂട്ടിയിട്ട് ഇറങ്ങിയിട്ടാന്നുള്ളത്. സുലിയേച്ചീൻ്റെ അടുത്ത് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ സുലിയേച്ചി അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഓരോരുത്താക്കി. ആദ്യമായിട്ടാണ് കേട്ടോ വേറൊരാളടുത്ത് ആക്കിയിട്ട് പോകുന്നത്. പിന്നെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അമ്മേൻ്റെ അടുത്തെല്ലാം ആക്കിയിട്ട് പോകുന്നതല്ലാണ്ട് അങ്ങനെ ഇതുവരെ പുറത്തൊരാളടുത്ത് പുറത്തുനിന്നൊന്നും പറഞ്ഞുകൂടാ. ഓര് നമ്മളെ വീട്ടിലൊരു അംഗത്തിനെ പോലെ തന്നെയാണ്. അപ്പോൾ പിന്നെ വാ നമുക്ക് പോയിട്ട് വരാം. ഞാൻ അന്നേരം പറഞ്ഞിട്ടില്ലേ എൻ്റെ കൂടെ നല്ല ഹരിതാപകരമായ കുറേ കാഴ്ചകളെല്ലാം കാണാമെന്ന്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതെന്നല്ല, അറിയാത്തൊരു കുഴപ്പമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നാലും ഉള്ളതെല്ലാം കണ്ടിട്ടില്ല, അങ്ങനെ നമുക്ക് പോകാമല്ലേ. അങ്ങനെ മോളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകുന്നു. ഓളെ സ്കൂൾ ബസ് ഒരു 3:45 അങ്ങനെയെല്ലാം ആവും എത്തണ്ടെങ്കിൽ. അപ്പോൾ പൊതുവെ അമ്മയാണ് കൂട്ടാൻ പോക്ക്. ഈ വയലെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഒരു വലിയ കാട്ടിലേക്കാണ് കയറേണ്ടത്. ഈ കാട് നിറച്ച് ഫോറസ്റ്റാണെന്നല്ലോ എന്ന് തോന്നുന്നുണ്ടാവും അല്ലേ നിങ്ങൾക്കിപ്പോൾ. അങ്ങനെ നടന്നിട്ട് ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് ഒരു 6 കൊല്ലത്തോളമായി. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ നാടാണ്. അപ്പോൾ അങ്ങനെ ഈ വഴി കാണുമ്പം മറ്റുള്ളവർക്കുള്ളൊരു പേടി ഉണ്ടാവും. പക്ഷേ ഇതുവരെ ഇവിടെ അങ്ങനെ ഒരു വേണ്ടാത്തൊന്നും നടന്നിട്ടൊന്നുമില്ല കേട്ടോ. നല്ല സ്ഥലം തന്നെയാണ്. ആൾക്കാർ പോവുകയും വരുമെല്ലാം ചെയ്യുന്ന സ്ഥലമാണ്. ഇതിൻ്റെ കുറച്ചപ്പുറം ഒരു പുഴയുണ്ട്. അപ്പോൾ അടുത്തേക്കെല്ലാം ഉള്ള ഒരു വഴിയാണിത്. അപ്പോൾ അങ്ങനെ നടന്ന് ഈ കാട് കഴിഞ്ഞാൽ റോഡെത്തി. അങ്ങനെ ആളുകൂടി എത്തിയിട്ടുണ്ട്. ഞാൻ ഓളെയും കൂട്ടിയിട്ട് വലിയ മഴ വരുന്നുണ്ട്. അതിന് മുന്നേ വീട്ടിലെത്താനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ നമ്മൾ വേഗം നടക്കുമ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാത്തിട്ട് മഴ നിൽക്കില്ലല്ലോ. മഴ അങ്ങ് പെയ്യാൻ തുടങ്ങി. ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കുട വർക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഫോണുണ്ട്. ഓക്ക് എന്തോ സംശയം കുടുങ്ങിയിട്ടുണ്ട്. വീഡിയോ പിടിക്കുന്നുണ്ട് അമ്മ എന്ന് തോന്നി. അതാണ് ശങ്കിച്ചൊന്ന് നിന്നത്. പിന്നെ ഈ കുരുത്തക്കേട് അൺലിമിറ്റഡ് എന്നെല്ലാം പറയില്ലേ, അതാണ് ആ പോകുന്ന സാധനം കേട്ടോ. കുറച്ചങ്ങ് മുന്നോട്ടെത്തുമ്പോൾ നിങ്ങളത് കാണും. അതന്നെ ഈ കുടയുണ്ടല്ലോ, ഇവർക്ക് സ്കൂളിൽ നിന്ന് പ്രവേശനോത്സവത്തിൻ്റെ ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. ഈ വരുന്ന ആളെ നിങ്ങൾക്കറിയാം, നമ്മളെ നാട്ടിൽ ഇതിനെ കാട്ടാനാന്നാണ് പറയുക. തോടുമ്പോൾ അങ്ങ് ചുരുണ്ടേ കളയും. ചേർട്ടേനെല്ലാം പോലത്തെ ഒരു സാധനമാണ്. പിന്നെ വന്നപാടനോക്ക് ചായ കൊടുക്കുന്ന തിരക്കാണ്. പിന്നെ ഓള് വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. ഓൾ തിന്നുന്നത് പേരയ്ക്കാണ്. സുലുവേച്ചീൻ്റെ വീട്ടിൽ കണ്ടിട്ട് പറിച്ചതാണ്. ഞാൻ പറഞ്ഞിപ്പം പറിക്കേണ്ട മോളെ നിപ്പയല്ല ആണ്. ഓളെന്നിട്ട് എന്നോട് ചെന്നാണമ്മേ നിപ്പാന്ന്. ഞാനതെല്ലാം വിവരിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ മൂപ്പർക്ക് എത്രത്തോളം മനസ്സിലായെന്നൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ ഇന്നത്തെ വൈകുന്നേരം ഇവിടെ കഴിഞ്ഞു കേട്ടോ. ബൈ.